നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യണം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാത തന്നെയാണ് ലക്ഷ്യം എന്നുള്ള ഈ ഒരു ഡിസ്കഷൻ സീരീസിൽ പാതയിൽ തന്നെ ജീവിക്കുക, അല്ല ലക്ഷ്യത്തിൽ തന്നെ ജീവിക്കുക എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലിവിങ് ഇൻ ദ ഗോൾ, ലക്ഷ്യമായി തന്നെ ജീവിക്കുക. പാത തന്നെയാണ് ലക്ഷ്യം. എന്താണ് നമ്മുടെ ലക്ഷ്യം? സഹജമാർഗത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പൂർണ്ണമായിട്ടുള്ള ഏകത്വം. മൂന്നാമത്തെ മാക്സിമിൽ നമ്മൾ പറഞ്ഞു, ഈശ്വരനുമായിട്ടുള്ള പൂർണ്ണ ഏകത്വം. അത് ലക്ഷ്യമാണ് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ലക്ഷ്യം ആയത് എന്തുകൊണ്ട്? കാരണം നമ്മൾ അതല്ല മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ലക്ഷ്യമാക്കേണ്ടി വരുന്നത്. നമ്മൾ ഒരു തറവാടിന്റെ അംഗമാണ് എന്ന് സ്വയം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ, അംഗമാണല്ലോ, നമ്മൾ അതുപോലെ ബിഹേവ് ചെയ്യണം. എൻ്റെ അച്ഛന്റെ മകനാണ്, എൻ്റെ അമ്മയുടെ പുത്രനാണ് എന്നുള്ളത് നമ്മൾ സ്വഭാവത്തിലൂടെ പെരുമാറ്റത്തിലൂടെ കാണിക്കുകയാണ് വേണ്ടത്. അല്ല ഞാൻ മകനാണ് എന്ന് പറയുമ്പോൾ എന്തൊരു സംശയം പോലെ, മകനല്ലേ എന്നൊരു സംശയം. നമ്മളുള്ള ഈ തരത്തിൽ സംശയങ്ങളൊന്നും ആവശ്യമില്ല. സംശയാത്മാ വിനശ്യതി എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം പെരുമാറുന്നത്? അതാണ് ലാളിത്യം എന്ന്. ബി പ്ലെയിൻ ആൻഡ് സിമ്പിൾ, ടു ബി ഇൻ ട്യൂൺ വിത്ത് നേച്ചർ. നമ്മൾ ആന്തരികമായിട്ട് ശരിയായിട്ട് നേച്ചറുമായിട്ട് റെസണേറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുക. അതാണ് പ്ലെയിൻ ആൻഡ് സിമ്പിൾ പറയുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സിറ്റി ഇല്ല. എപ്പോഴാണ് കോംപ്ലക്സിറ്റി വരുന്നത്? ആദ്യത്തെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ അതർനെസ് എന്നുള്ളതാണ്. മറ്റുള്ളതുണ്ട് എന്നൊരു തോന്നൽ. അതുകൊണ്ടാണ് നമുക്ക് ബിഹേവിയറിൽ പലപ്പോഴും നമ്മളോട് പെരുമാറുന്ന പോലെ പെരുമാറാൻ സാധിക്കാത്തത്.
ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളോട് പെരുമാറാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറും എന്നാണ്. കേൾക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യും. എൻ്റെ അമ്മ പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ ജോലി എടുക്കണവരോ അല്ലെങ്കിൽ ആരെങ്കിലും ജോലിക്കാരൊക്കെ പണ്ടെടുക്കവരോ നമ്മൾ കഴിക്കണ ഭക്ഷണം കൊടുക്കണം എന്നാ പറയും, അല്ലാതെ പഴകിയ ഭക്ഷണം ഒന്നല്ല കൊടുക്കുക. അപ്പൊ നമ്മള് ആ ടെൻഡൻസി ഉണ്ട് പലപ്പോഴും. ഉപയോഗിക്കാത്ത തുണി, ഉപയോഗിക്കാത്ത ഭക്ഷണം കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കാത്ത എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണം. അപ്പൊ ഭഗവാന് അങ്ങനെ സമർപ്പിക്കണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭക്തിയോടുകൂടി സമർപ്പിക്കൂ. പത്രം പുഷ്പം ഫലം തോയം. തുള്ളി വെള്ളമായാലും ഒരു പൂവായാലും ഇലയായാലും ഭക്തിയോടുകൂടി സമർപ്പിക്കൂ. അത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവണം. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമില്ല സമർപ്പിക്കുക. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ സമർപ്പിക്കുക. ഇപ്പൊ ചാരുജി മഹാരാജ് പറയുന്നുണ്ട്, ഗംഗയിലേക്ക് സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനങ്ങൾക്ക് വലിച്ചെടുക്കും. കയപ്പയ്ക്കൊക്കെ എടുക്കും. കയപ്പയ്ക്ക് പലർക്കും ഇഷ്ടമല്ല. അങ്ങനെയല്ല സമർപ്പണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? എൻ്റെ സെൽഫാണ്, ഞാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ എന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ പിന്നെ ഒന്നുമില്ലല്ലോ, എന്നെ സമർപ്പിക്കണ മാതിരിയായി മാറണം. അവിടെയാണ് ലാളിത്യം എന്ന് പറയുന്നത്. എന്നെ സമർപ്പിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെടുന്നില്ല. നമ്മൾ ശരിക്കുള്ള സെൽഫായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മള് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട്, സാധന കഴിഞ്ഞിട്ട്, മെഡിറ്റേഷൻ മുമ്പ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഈ ലാളിത്യത്തോടെയാണോ പെരുമാറുന്നത്? അതോ അവിടെ ഒരു അഭിനയം കടന്നു വരുന്നുണ്ടോ? അഭിനയം കടന്നു വരികയാണെങ്കിൽ നമ്മൾ റെസനേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഓരോ നിമിഷവും അഭിനയിക്കല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഉള്ളിൽ നിന്നും ആദ്യ ചിന്ത സ്നേഹത്തിന്റെ ചിന്തയാണ്. ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്ത. എനിക്കെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധം ഉള്ളിൽ വരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിൽ സ്വെല്ല് ചെയ്യുന്നു. നമ്മൾ അത്ര ആഴത്തില് ധ്യാനത്തിലിരിക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ എനിക്കൊന്നും ആവശ്യമില്ല, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ടിരിക്കുന്നു, എല്ലാം നിറവേറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള ബോധം വരുമ്പോൾ പിന്നെ നമുക്കൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നൽകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അതർനെസ് അവിടെ ഇല്ല. അതാണ് നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞത്. എല്ലാവരുടെയും ചിന്തയിൽ ഉദിക്കുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന്. ബാബുജി മഹാരാജിന്റെ പല ജീവിതത്തിലെ എപ്പിസോഡ്സും ചാരുജി മഹാരാജ് മൈ മാസ്റ്റർ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. മൈ മാസ്റ്റർ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. എൻ്റെ ഗുരു. വിന്റർ സീസണിൽ തണുപ്പ് അനുഭവിക്കുന്ന ഒരാൾക്ക് ബാബുജി മഹാരാജ് തന്റെ സ്വെറ്റർ തന്നെ എടുത്തു കൊടുക്കും. ഭക്ഷണം കഴിക്കാതെ കിടന്ന ഒരാളെ വിളിച്ചോളത്തിൽ ഭക്ഷണം കൊടുക്കുന്നു. അദ്ദേഹം തന്നെ ആലോചിച്ചിട്ടുണ്ടാവില്ല, ഭക്ഷണം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് ബാബുജി മഹാരാജിന് അത് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ആവശ്യം നമ്മളെക്കാളും അറിയുന്ന ഒരു സ്റ്റേറ്റ്, അതാണ് മാസ്റ്റർ ചെയ്യുന്നത്. അതുപോലെ ആയി മാറണം നമ്മൾ. അതാണ് ലാളിത്യം എന്ന് പറയുന്നത്. അപ്പൊ ലാളിത്യം എന്ന് പറഞ്ഞാൽ ആ ഡിവിനിറ്റിയുടെ യഥാർത്ഥ സ്വരൂപമാണ്, സ്വഭാവമാണ്. ആ ലാളിത്യത്തിൽ നിന്നാണ് എല്ലാ ക്രിയേഷനും ഉണ്ടാവുന്നത്. ശരിക്കും ഏറ്റവും പവർഫുൾ സ്റ്റേറ്റ് ആണ് ലാളിത്യം. വളരെ ലാളിത്യമുള്ള ആള് വളരെ വളരെ പവർഫുൾ ആണ്. അയാൾ തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയാൾ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ആവശ്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം നൽകുന്ന അദ്ദേഹത്തിന് ഒന്നും ആവശ്യമില്ല. കണ്ടു കഴിഞ്ഞാൽ ഒന്നും വേണ്ട തോന്നും. അതാണ് ലാളിത്യത്തിന്റെ അത്ഭുതം. അത്രയും സിമ്പിളായിട്ട് ജീവിക്കുന്ന കണ്ടാൽ അദ്ദേഹത്തിന് എന്താ ഇങ്ങനെ ജീവിക്കണമെന്ന്. കാരണം അദ്ദേഹത്തിന് ആവശ്യങ്ങൾ, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കഴിഞ്ഞിരിക്കും. ഇനിയൊന്നും ആവശ്യമില്ല. രാമകൃഷ്ണ പരമഹംസന്റെ ഒരു എക്സാമ്പിൾ വരുന്നത്, രാമകൃഷ്ണ പരമഹംസന് കാര്യമായിട്ടുള്ള എന്തോ അസുഖമായിട്ടാണ് മരിച്ചതെന്ന് വരുന്നത്. അപ്പോ ഭക്തന്മാര്, ഡിസൈപ്പിൾസ് ചോദിക്കണം, അങ്ങേക്ക് ഇത് മാറ്റിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ രാമകൃഷ്ണ പരമഹംസൻ പറയുന്നു, ഇനി ഈ ശരീരത്തിന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് നിറവേറ്റിക്കോളും, ഞാനെന്തിനാ അതിനു വേണ്ടി ശ്രമിക്കേണ്ടത്? ബോഡിയുടെ ആവശ്യം കൂടിയും ഡിവിനിറ്റിക്ക് ആയിട്ട് മാറും. നമുക്കല്ല പിന്നെ ആവശ്യം, അദ്ദേഹത്തിന്റെ ആവശ്യമായി മാറും. എത്രയൊരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് ആണ്. ഇതാണ് ലാളിത്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മകനെ പറ്റി അച്ഛൻ എത്ര എത്ര അഭിമാനിക്കുന്നുണ്ടോ. ഞാൻ പോയി ചെയ്യുന്നേക്കാളും ഗംഭീരമായിട്ട് ചെയ്തു വരും അവൻ പോയാൽ മതി എന്ന് പറയുന്ന ഒരു അച്ഛൻ.
അങ്ങനെയാവണം നമ്മൾ. അദ്ദേഹത്തിന് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. ചാരിജി മഹാരാജ് പറയാറുണ്ടായിരുന്നു, ഗുരുവിനെ ചാലഞ്ച് ചെയ്യണം, ഐ ഡു ദ തിങ്സ് ബെറ്റർ ദാൻ യു എന്നാണ്. സഹദേവന്റെ ഒരു കഥ കേട്ടു. സഹദേവൻ ഭഗവാനോട് പറഞ്ഞു ഇത്രേ, ഞാൻ അങ്ങേ എന്റെ ഹൃദയത്തിൽ നിർത്തിയിട്ട്, അങ്ങ് എന്റെ ഹൃദയത്തിലാണ് എനിക്കറിയാം, ഞാൻ ഈ യുദ്ധം ഇല്ല നിർത്തുന്ന, എനിക്കതിന് പറ്റും. അപ്പൊ ഭഗവാൻ തോന്നിക്കണം, നീക്കത് പറ്റുന്ന അറിയാം, പക്ഷെ നീ ചെയ്യരുത്. സ്നേഹത്തിനാണ് പ്രാധാന്യം, യുദ്ധത്തിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ ആ ചാലഞ്ച്, ഞാൻ ഈ പ്രപഞ്ചത്തില് ഒരു തരത്തിലുള്ള ഡിവിഷൻസും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് കൊണ്ടുവരും. മഹാത്മാഗാന്ധിജിയുടെ ഫിലോസഫി, മഹാത്മാഗാന്ധിജി സ്വാതന്ത്ര്യത്തെക്കാളും കൂടുതൽ പ്രാധാന്യം നൽകിയത് ഇന്റഗ്രേഷനാണ്. എല്ലാ തരത്തിലുള്ള ഡിവിഷൻസും ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് അൺടച്ചബിലിറ്റിയും, അതുപോലെ തന്നെ മതങ്ങൾ തമ്മിലുള്ള ഡിഫറൻസസും രാജ്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസും ഒക്കെ ഇല്ലാണ്ടാക്കണം. അതാണ് സ്വാതന്ത്ര്യം, യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയെ ബ്രിട്ടീഷിൽ നിന്ന് സ്വതന്ത്രമാക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ തരത്തിലുള്ള മിസ്കൺസെപ്ഷൻ സ്വതന്ത്രമാക്കുക എന്നത് സ്വാതന്ത്ര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് അത്ര സന്തോഷമില്ലാണ്ടിരുന്നത്, സ്വതന്ത്രരായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മുടെ രാജ്യം ഉണരണം എന്ന് രവീന്ദ്രനാഥ് ടാഗോർജി പറയുന്നു. മനസ്സിനെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താത്ത ഒരു തലത്തിലേക്ക്. അതാണ് ലാളിത്യം എന്ന് പറയുന്നത്. എവിടെയും എങ്ങനെയും എപ്പോഴും കയറി ചെല്ലാൻ പറ്റും. ഒരു കുട്ടിയുടെ അവസ്ഥ ആലോചിച്ചു. ഒരു കുട്ടിക്ക് എവിടെ വേണമെങ്കിൽ കയറി ചെല്ലാം, ആരും ഒന്നും പറയില്ല, കുട്ടിയാണ്. അപ്പൊ ആ ഒരു കുട്ടിത്തം, എന്നാൽ എല്ലാം അറിയുന്ന ഒരു കുട്ടിത്തത്തിലേക്ക് നമ്മൾ ഉയരണം. അതാണ് ലാളിത്യം എന്ന് പറയുന്നത്. ഭയമില്ലാണ്ടേ മാറും, എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോ അങ്ങനെ ആളെ എല്ലാവരും അറിയാതെ തന്നെ സ്നേഹിച്ചു പോകും. അതാണ് ഡിവൈൻ ആയിട്ടുള്ള പ്രസൻസ് എന്ന് പറയുന്നത്. ഈശ്വരനെ ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റും. ഈശ്വരൻ വരുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തേക്ക് വരാൻ പറ്റില്ല, ഈ വീട്ടിലേക്ക് വരാൻ പറ്റില്ല പറയാൻ പറ്റും. അദ്ദേഹത്തിന് എല്ലായിടത്തും, അദ്ദേഹത്തിന് വരേണ്ട ആവശ്യമില്ല, അദ്ദേഹം പ്രസന്റ് ആണ്. അതുപോലെയായി മാറണം ലാളിത്യമുള്ള ഒരു വ്യക്തിത്വം. അങ്ങനെയാണ് നമ്മളുടെ യാത്രയുടെ കൾമിനേഷൻ. ഇതാണ് നമ്മൾക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ലാളിത്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ലാളിത്യം എന്ന ഈ ലക്ഷ്യം വളരെ സിമ്പിളാണ്, പക്ഷേ നമ്മൾ അതിനെ ഡിഫിക്കൽട്ട് ആക്കുന്നു. നമുക്കത് കൂടുതൽ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.